നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പേറോൾ സീരീസിലെ 6th പാർട്ടിനെ കുറിച്ചിട്ടാണ്. അതായത് എംപ്ലോയർ പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 5 വരെ നമ്മൾ പേറോളിൻ്റെ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്താണ് പേറോൾ എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, എംപ്ലോയർ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. PFൻ്റെ എംപ്ലോയർ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എംപ്ലോയിയുടെ ഡിഡക്ഷൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. PFൻ്റെ എംപ്ലോയിയുടെ ഡിഡക്ഷനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. PF എംപ്ലോയിയുടെ അടുത്ത് നിന്ന് ഡിഡക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ്, ഒരു സർട്ടൻ പെർസെൻറ്റേജ് എന്താണ് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതും നമുക്ക് എന്താണ് കാണിക്കണം. അപ്പോൾ നമുക്ക് രണ്ടും 12% തന്നെയാണ്. പക്ഷേ എംപ്ലോയർ കോൺട്രിബ്യൂഷനിൽ കുറച്ചും കൂടി ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. എംപ്ലോയർ PF കോൺട്രിബ്യൂഷൻ 12% തന്നെയാണ്. പക്ഷെ അതിന് നമുക്ക് 4 ഡിവിഷൻ ആയിട്ടാണ് ഉള്ളത്. അതായത് 3.67% ഇൻറ്റു EPFിലേക്കാണ് പോണത്. എന്താണ് EPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ് പോണത്. 8.33% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയി പെൻഷൻ സ്കീമിലേക്കാണ് പോകുക. ബാക്കി 0.50% എന്ന് പറയുന്നത് ഇഡ്ലി എന്ന് പറയും. അതായത് എംപ്ലോയി ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്നുള്ള ഒരു ഇതിലേക്കാണ് പോകുക. 0.50% പറഞ്ഞാൽ PF അഡ്മിൻ ചാർജസ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എംപ്ലോയർ എന്താണ് സെയിം പെർസെൻറ്റേജ് തന്നെയാണ് എന്ത് കോൺട്രിബ്യൂട്ടായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. അതേപോലെ തന്നെ ഒരു ഐഡിയും കൂടി ഉണ്ട്, shyamastaliclass@gmail.com ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അതിന് ആദ്യം നമ്മൾക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത്, പേ ഹെഡാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എവിടേക്കാണ്, ക്രിയേറ്റിലേക്ക് പോയി. അപ്പോൾ ക്രിയേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പേറോൾ മാസ്റ്റേഴ്സ് വരും. ഇവിടെ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, പേ ഹെഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റിൽ പേ ഹെഡ് എന്ന് പറയുന്നത് EPF at 8.33% ആണ്. അതായത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതെന്താണ്, എംപ്ലോയേഴ്സ് എന്താണ് കോൺട്രിബ്യൂഷൻ ആണ്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷനിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെന്താണ് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷനിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, ഇവിടെ നമ്മൾക്ക് EPF അക്കൗണ്ട് നമ്പർ 10ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇതെന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അഫക്റ്റ് നെറ്റ് സാലറി, ഇതെന്താണ് സാലറി എഫക്റ്റ് ചെയ്യേണ്ട. അപ്പോൾ അഫക്റ്റ് നെറ്റ് സാലറി എന്നുള്ളത് എന്ത് കൊടുത്തു, നോ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നോർമൽ റൗണ്ടിങ് കൊടുത്തു. എൻ്റർ അടിച്ചു. കൊടുക്കേണ്ടത് സ്പെസിഫൈഡ് ഫോർമുലയാണ് കൊടുക്കേണ്ടത്. ഇവിടെ സ്പെസിഫൈഡ് ഫോർമുല സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ എന്താണ് ബേസിക് സാലറി സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിനോടൊപ്പം എന്താണ് ആഡ് പേ ഹെഡ് കൊടുത്തു. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, DA സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഡേറ്റ് കൊടുത്തു. എൻ്റർ അടിച്ചു. എമൗണ്ട് അപ് ടു 15,000 കൊടുത്തു. 15,000 ആവുമ്പോൾ നമുക്ക് 8.33% ആണ്. അത് കഴിഞ്ഞാൽ 15,000 എബോവ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ആണ് 1250 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി അടുത്ത പേ ഹെഡ് കൊടുക്കാം. അടുത്ത പേ ഹെഡ് ആണെങ്കിൽ EPF at the rate of 3.67%. 3.67% കൊടുത്തു. എൻ്റർ അടിച്ചു. ഇതും എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷനാണ്. സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷനിലേക്ക് കൊടുത്തു. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, PF അക്കൗണ്ട് നമ്പർ 1ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അഫക്റ്റ് നെറ്റ് സാലറി നോ കൊടുത്തു. നോർമൽ റൗണ്ടിങ്ങിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. ഓൺ സ്പെസിഫൈഡ് ഫോർമുല കൊടുത്തു. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, ബേസിക് സാലറി കൊടുത്തു. ആഡ് പേ ഹെഡിൽ DA കൊടുത്തു. എൻ്റർ അടിച്ചു. ഡേറ്റ് കൊടുത്തു.
എൻ്റർ അടിച്ചു. ഇവിടെ പേഴ്സൻറ്റേജിൽ എന്താണ് കൊടുക്കേണ്ടത്? പെർസെൻറ്റേജിൽ 3.67% കൊടുത്തു. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി 2 ചാർജസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ EDLI ചാർജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. EDLI @ 0.50%. എൻ്റർ അടിച്ചു. ഇതെന്താണ്? എംപ്ലോയേഴ്സ് എന്താണ്? അതർ ചാർജസിലേക്കാണ് കൊടുക്കേണ്ടത്. എംപ്ലോയേഴ്സ് അതർ ചാർജസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇഡ്ലി കോൺട്രിബ്യൂഷൻ അക്കൗണ്ട് നമ്പർ 21ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ കറണ്ട് ലയബിലിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അഫക്റ്റ് നെറ്റ് സാലറി നോ കൊടുത്തു. ഡേറ്റ് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. പേഴ്സൻറ്റേജ് 0.50% കൊടുത്ത് എൻ്റർ അടിച്ച് സേവ് ചെയ്തു. അടുത്തത് എന്താണ്? അഡ്മിൻ ചാർജ് @ 0.50% കൊടുത്തു. ഇതും എന്താണ്? എംപ്ലോയേഴ്സ് അതർ ചാർജസിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ അഡ്മിൻ ചാർജസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ കറണ്ട് ലയബിലിറ്റിയിലേക്ക് കൊടുത്തു. അഫക്റ്റ് നെറ്റ് സാലറി നോ കൊടുത്തു. ഡേറ്റ് കൊടുത്തു. പേഴ്സൻറ്റേജ് കൊടുത്തു. 0.50% കൊടുത്തു. എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഇപ്പം നമ്മൾ 4 പേ ഹെഡുകളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് 4 പേ ഹെഡുകൾ കാണും. നമ്മുടെ EPS at 8.33%, EPF 3.67%, അതേപോലെ തന്നെ ഇഡ്ലി 0.50, അഡ്മിൻ ചാർജ്. ഇങ്ങനെ 4 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സാലറി ഡിഫൈൻ ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ എസ്കേപ്പ് ചെയ്തു. ഡിഫൈൻ സാലറി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് എംപ്ലോയി സെലക്ട് ചെയ്തിട്ടെടുക്കാം. സനോജ് സെലക്ട് ചെയ്തിട്ടെടുത്തു. സനോജിൻ്റെ അവിടെ നമുക്ക് ഈ സാലറി പേ ഹെഡ് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ EPF 8.33% കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ EPF at 3.67% കൊടുത്ത് എൻ്റർ അടിച്ച് സേവ് ചെയ്തു. അടുത്ത ആളെടുക്കാം. ടോം എടുത്തു. ടോമിനും ഇതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. EPS 8.33%, അതേപോലെ തന്നെ EPF 3.67%. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ സാലറി ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ അറ്റൻഡൻസ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സാധാരണ എംപ്ലോയീസിൻ്റെ പേറോൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണാത്തവർ വേണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ആ എൻട്രി നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി PFലേക്ക് എന്താണ്? നമ്മുടെ സാലറി ബുക്ക് ചെയ്യുന്ന എൻട്രിയാണ് ചെയ്യേണ്ടത്. അതായത് അറ്റൻഡൻസിൻ്റെ എൻട്രി ഒന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ പേറോൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്കിവിടെ ഓട്ടോഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl F അടിച്ചാൽ മതി. ഇവിടെ ഓട്ടോഫിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ പേറോൾ ഓട്ടോഫിൽ വന്നു. ഇവിടെ നമ്മൾ എന്താണ്? PF കോൺട്രിബ്യൂഷനിലേക്കാണ് കൊടുക്കേണ്ടത്. സാലറിയിലേക്കല്ല, PF കോൺട്രിബ്യൂഷൻ. ഇവിടെ ഡേറ്റ് വന്നു. ഇവിടെ നമ്മൾക്ക് ഓഫീസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എംപ്ലോയി നെയിം എടുത്തു. ഇവിടെ പുതിയൊരു ലെഡ്ജറാണ് കൊടുക്കേണ്ടത്. PF പേയബിൾ എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് PF പേയബിൾ എന്നുള്ളൊരു ലെഡ്ജർ ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ നമുക്ക് കറണ്ട് ലയബിലിറ്റിക്ക് കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പം നമുക്ക് ഇവിടെ 2 പേരുടെ ഇത് 2 എമൗണ്ടുകൾ വന്നിട്ടുണ്ട്. സനോജിനും ടോമിനും EPS, അതേപോലെ തന്നെ EPFും രണ്ടും അലോക്കേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് എക്സ്പെൻസുകളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇഡ്ലി ചാർജും അഡ്മിൻ ചാർജും ആണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാണ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമ്മൾക്ക് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്, അതിൽ നമുക്ക് പേറോൾ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേ സ്ലിപ്പ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്ക് സനോജ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സനോജിൻ്റെ സാലറി, ഏണിങ്സ് ഇവിടെയും ഡിഡക്ഷൻസ് ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും എംപ്ലോയിയുടെ സാലറി സ്ലിപ്പിൽ വരില്ല. കാരണം അത് എംപ്ലോയിക്ക് കിട്ടാനുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് ഈ സാലറി സ്ലിപ്പിൽ വരില്ല. ഇത് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്ക് പ്രൊവിഡൻറ്റ് ഫണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിലിവിടെ നമുക്ക് മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് കാണും. മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഈ പ്രിവ്യൂ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ F4 അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷനും ഉണ്ട്, അതിനോടൊപ്പം തന്നെ എന്തുണ്ട്? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക.
ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഫോം 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോം 5 സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പ്രിവ്യൂ എടുത്തു. ഫോം 5 എന്ന് പറഞ്ഞാൽ നമ്മൾ പേറോളിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ഏതെങ്കിലും ഒരു എംപ്ലോയി ജോയിൻ ചെയ്യണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫോം 5 എന്നുള്ള ഫോം. അപ്പോൾ ഇങ്ങനെയാണ് എംപ്ലോയർ PF കോൺട്രിബ്യൂഷൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.